بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. വേദിയിലുള്ള വിശിഷ്ടരായ അതിഥികൾ, സാഹിത്യോത്സവിലെ ഏറ്റവും പ്രധാന അതിഥികളായ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ കലാപ്രതിഭകൾ, ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ സംസാരം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ പറയുന്ന ആശയത്തെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരരായ ശ്രോതാക്കൾ, നാട്ടുകാർ, ശ്രദ്ധേയമായൊരു ആശയത്തെ, രസകരമായൊരു തീമിനെ മുൻനിർത്തിയാണ് ഈ വർഷത്തെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സാഹിത്യോത്സവ് നടക്കുന്നത് എന്ന് ആമുഖത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട് ദ സെക്കൻഡ് ലുക്ക് എന്നത്, എന്തുകൊണ്ട് രണ്ടാമത് കൂടി നമ്മളൊന്ന് നോക്കുന്നു എന്ന ഒരു ആശയത്തെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ചേർത്ത് വെച്ച് ഈ സ്റ്റേജിൽ നിന്നിറങ്ങി താഴോട്ടേക്ക് വന്ന് നിങ്ങളുടെ ഇടയിലിരുന്നു കൊണ്ട് നിങ്ങളിലൊരാളായി എങ്ങനെ സംസാരിക്കാൻ കഴിയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സാഹിത്യോത്സവിൻ്റെ ആശയം തന്നെയും അതാണ്. എങ്ങനെ നമുക്ക് ചെറിയ തുരുത്തുകളിലേക്ക് എത്താൻ പറ്റും, ഉയരങ്ങളിലിരുന്ന് സംസാരിക്കാതെ, വലിയ കാര്യങ്ങൾ പറയാതെ, സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ചെറിയ തുരുത്തുകൾ സാധ്യമാകുമെന്ന ആലോചനയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലുടനീളം നടന്നു ചെന്ന് SSF നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹിത്യോത്സവങ്ങളുടെ പ്രധാനപ്പെട്ട ആശയം. ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന നോവലിനെ ആധാരമാക്കിയുള്ള ചില ആലോചനകൾ നേരത്തെ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. എങ്ങനെയാണ് ബിഗ് ബ്രദർ മുഴുവൻ മനുഷ്യരെയും തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബിഗ് ബ്രദർ സെറ്റ് ചെയ്തിരിക്കുന്ന അൽഗോരിതത്തിനനുസരിച്ച് മുഴുവൻ മനുഷ്യരെയും എങ്ങനെ നയിക്കുന്നു എന്നതിൻ്റെ രസകരമായ ആവിഷ്കാരമാണ് 1984. എനിക്ക് കുറച്ചുകൂടി ആപ്റ്റായി തോന്നിയത് പുതിയ കാലത്തെ നമ്മൾ നിർവചിക്കുകയും പുതിയ കാലത്തെ സമൂഹം എങ്ങനെയാണ് ഈ കാലത്തോട് ഇഴചേർന്ന് ജീവിക്കുന്നത് എന്ന് ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഡിസ്റ്റോപ്പിയൻ സാഹിത്യങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഹക്സലിയുടെ ബ്രേവ് ന്യൂ വേൾഡ് എന്ന മറ്റൊരു പുസ്തകത്തെ കൂടി ഈ സമയത്ത് ഇവിടെ ഓർത്തെടുക്കണമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ബിഗ് ബ്രദർ എങ്ങനെയാണ് മനുഷ്യരെ തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, തൻ്റെ ഭരണക്രമത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്നത്. അവിടെ ഭയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്, പേടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്, മുഴുവൻ ആളുകളെയും സ്ക്രീൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലോകം സാധ്യമാക്കുന്നതെങ്കിൽ നേരെ വിപരീതമായി സുഖം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഒരു നിലക്കും സങ്കടങ്ങളില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും അവരുടെ ആലോചനകളെ മുഴുവൻ മയക്കിക്കിടത്തി സുഖലോലുപതയിൽ എങ്ങനെയാണ് ഒരു അടിമത്ത വ്യവസ്ഥിതി സാധ്യമാക്കുക എന്ന ആലോചനയാണ്, എന്ന ചർച്ചയാണ് ഹക്സലി മുന്നോട്ട് വെക്കുന്നത്. അമീഷ് ത്രിമാടിയുടെ ശിവപുരാണം വായിക്കുന്ന സമയത്ത് നമുക്കവിടെ സോമരസം കാണുന്നുണ്ട്. മനുഷ്യരെ ചിരഞ്ജീവികളായി നിർത്തുന്ന, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന, സുഖലോലുപതയിൽ അഭിരമിക്കുന്ന ഒരു ദേവസമൂഹത്തെ സൃഷ്ടിക്കുന്ന സോമരസത്തിന് സമാനമായി സോമ എന്ന ഒരു മയക്കുമരുന്നിനെ കുറിച്ച് ഹക്സലി പറയുന്നുണ്ട്. മനുഷ്യന് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യസനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സോമ കൊടുത്തുകൊണ്ട് ആ പ്രയാസങ്ങളെ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് സുഖലോലുപതയിൽ അഭിരമിക്കുന്ന, അതിനുവേണ്ടി നിരന്തരം പുതിയ വർത്തമാനങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ലോകക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഏതാണ്ട് 180 വർഷങ്ങൾക്ക് മുമ്പ് ഹക്സലി നിരീക്ഷിച്ച ഒരു ലോകക്രമത്തെ അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഇന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്ന, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് കേൾക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഞാനാണ് ആദ്യം ആമുഖത്തിൽ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്നിറങ്ങി നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നത്. ഞാൻ പറയുമ്പോഴും നമുക്ക് പലർക്കും നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കുറച്ച് സമയമെങ്കിലും മറ്റേതോ ഒരു ലോകത്ത് ജീവിക്കാനാണ് നമുക്ക് താല്പര്യം. അതൊരു സ്വാഭാവികതയാണ്. ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാവട്ടെ, ആ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളതിനെ ഫ്രീ ആയി അനുഭവിക്കുന്നു എന്നാണ് പറയുക. നമ്മളതിനെ സൗജന്യമായി അനുഭവിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളതിനെ സൗജന്യമായി അനുഭവിക്കുകയല്ല, പകരം നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചു പറിച്ച് വിൽക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ നോട്ട് ബൈയിങ് എ പ്രൊഡക്റ്റ്, നിങ്ങളൊരു ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഉൽപ്പന്നം വാങ്ങുന്നില്ല എന്നല്ല, പകരം യു ആർ ദ പ്രൊഡക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളാണ് ഉൽപ്പന്നം. നോക്കൂ, ഞാനിന്ന് വരുന്ന വഴിയിൽ, കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന വഴിയിൽ KSRTC ബസ്സിനകത്ത് ഒരു TV സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ആ വരുന്ന വഴിയിൽ വായിക്കാം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് TV-യിൽ സ്റ്റീലിൻ്റെ കട്ടിലയുടെ പരസ്യം വരുന്നത്. എന്തിനാണ് മരത്തിൻ്റെ കട്ടില ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ കട്ടില വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം വരികയാണ്. എനിക്ക് സ്റ്റീലിൻ്റെ കട്ടില ആവശ്യമില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങളത് വായിക്കേണ്ട, നിങ്ങൾ പുറത്തേക്ക് നോക്കി നിങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കേണ്ട, നിങ്ങൾ ആ സമയം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ TV സ്ക്രീൻ എൻ്റെ സമയത്തെ വാങ്ങുകയാണ്. എനിക്കൊന്നും തരുന്നില്ല കേട്ടോ. ഞാനതിനെ വിളിക്കുന്ന പേര് ഞാൻ സൗജന്യമായി കാണുകയാണെന്നാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ ആ സ്ക്രീനിനകത്തേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് ഞാനിത് സൗജന്യമായി ആസ്വദിക്കുകയാണെന്നാണ്. ഞാൻ ആ KSRTC-ക്കകത്തുള്ള ആ ചെറിയ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാനും വിചാരിച്ചത് ഞാനതിനെ സൗജന്യമായി ആസ്വദിക്കുകയാണെന്ന്. പക്ഷെ എനിക്കൊരു ആശ്വാസം തോന്നിയത്, ഞാൻ എൻ്റെ ആ സമയം എൻ്റെ അടുത്തുനിന്ന് ഈ KSRTC അതോറിറ്റി അത് പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു 19 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും ആയല്ലോ എന്ന ആശ്വാസമാണ് എനിക്ക് തോന്നിയത്. ഞാനിത് പറയുന്നത് അറ്റൻഷൻ എക്കോണമി വഴി നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു വാങ്ങി വിൽക്കുന്നത് വഴി ഈ കഴിഞ്ഞ വർഷം മെറ്റ വാങ്ങിയെടുത്തത് 200 ബില്യൺ കോടി ഡോളറാണ്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 16 ലക്ഷം കോടി രൂപയാണ് മെറ്റ പ്ലാറ്റ്ഫോം. എങ്ങനെ? നിങ്ങളൊക്കെ കരുതിയ ഇത് സൗജന്യമായാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കരുതി നമ്മൾ ഉപയോഗിച്ച നമ്മുടെ സമയം, ആ സമയത്തിന് വില പറഞ്ഞു വാങ്ങിയത്. യൂട്യൂബും ഗൂഗിളും ഒക്കെ ഉള്ള ആൽഫബറ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ആ കമ്പനി ഈ കാലയളവിൽ 300 ബില്യൺ, ഏതാണ്ട് 60 ലക്ഷം കോടി ഡോളർ ഈ കാലത്ത് നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ ആലോചനയെ വിറ്റുകൊണ്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും സൗജന്യമായിരുന്നോ ഇത് എന്നത്. സൗജന്യമല്ലായിരുന്നു. നിങ്ങളൊരു പ്രൊഡക്റ്റും വാങ്ങിയിട്ടില്ല, പക്ഷെ നിങ്ങളൊരു പ്രൊഡക്റ്റായി മാറുകയായിരുന്നു, നിങ്ങളൊരു ഉൽപ്പന്നമായി മാറുകയായിരുന്നു. അത്രമേൽ ഈ ലോകക്രമം നമ്മുടെ മേൽ ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിവ് വേണം. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള പ്രതിരോധം എങ്ങനെയായിരിക്കണം? നമ്മളെ മുഴുവൻ കച്ചവട വസ്തുവാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനം, ആ പ്രതിരോധ പ്രവർത്തനം കേവലം ഒരു കച്ചവടച്ചരക്ക് എന്നിടത്തുനിന്ന് നമ്മൾ മാറുക മാത്രമല്ല. നേരത്തെ നമ്മുടെ വിപണി മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഉടലിൻ്റെ മൂല്യമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ മൂല്യമായിരുന്നു എങ്കിൽ ഇന്നത് നമ്മുടെ ആലോചനയുടെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ കാണാമറയത്തുള്ള കാര്യങ്ങളാണ് ഇന്ന് മൂലധനമായി മാറിയിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ ഇത് നമ്മളെ സാംസ്കാരികമായാണ് വിപണനം ചെയ്യുന്നത്. മെറ്റീരിയലായി നിങ്ങളെ ഒരു പദാർത്ഥം എന്ന നിലക്ക് വിപണിക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾ സാംസ്കാരികമായി വിപണനം ചെയ്യുന്നു. നിങ്ങളുടെ ആലോചനകളെ, നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ചിന്തയെ വളരെ കൃത്യമായി ട്യൂൺ ചെയ്തെടുക്കാൻ പാകത്തിൽ പുതിയ കാലത്ത് വിപണി നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കമ്പോളമാണ് സത്യത്തിൽ പുതിയ കാലത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മളതിനെ ജനറേഷൻ എന്ന് പറയും അല്ലേ. നമ്മൾ ആൽഫ ജനറേഷൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ പോസ്റ്റ് കോവിഡിന് ശേഷം ഉണ്ടായ ഒരു ലോകക്രമത്തിൽ കമ്പോളം മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ സമയം ചുരുങ്ങിപ്പോയത്. രസകരമായൊരു വൈരുദ്ധ്യമുണ്ട് അവിടെ. സമയം ചുരുങ്ങിപ്പോയി മനുഷ്യന്. നേരത്തെ ഒരു കത്തയച്ച് അതിന് മറുപടി കിട്ടാൻ ദിവസങ്ങളോളം നിങ്ങൾ കാത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അയച്ച ഒരു മെസ്സേജിന് ബ്ലൂടിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെന്തേ മറുപടി വരാത്തത് എന്ന് നിങ്ങൾ അസ്വസ്ഥരായി നിങ്ങൾ അയച്ച ആളോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ദിവസങ്ങൾ, നിങ്ങളുടെ ആഴ്ചകൾ മണിക്കൂറിലേക്കും മിനിറ്റിലേക്കും സെക്കൻഡുകളിലേക്കും അങ്ങനെ ഒരു നിമിഷഗോളത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, വെറും ഡിജിറ്റൽ ബബിളുകൾക്കകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനിതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്, ഈ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ നമുക്ക് ടെക്നിക്കൽ ആക്സലറേഷൻ സംഭവിച്ചതിനനുസരിച്ച്, സാങ്കേതികപരമായ വേഗത വർദ്ധിച്ചതിനനുസരിച്ച് നമുക്ക് സമയം കുറെ അധികം ലഭിക്കണമായിരുന്നു. നോക്കൂ, നേരത്തെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കുറേ മുന്നേ ആണെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിക്കണമായിരുന്നു, അല്ലെങ്കിൽ കാൽനടയായി യാത്ര പോകണമായിരുന്നു. പകരം ഇന്ന് നിങ്ങൾക്ക് വാഹനങ്ങളുണ്ട്, അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളുണ്ട്. ഒരു വീട്ടമ്മയ്ക്ക് അലക്കണമെങ്കിൽ നേരത്തെ അലക്കുകല്ലിൽ കുറേ സമയമെടുത്ത് അലക്കിയിരുന്ന നമ്മൾ ഇന്ന് വളരെ വേഗത്തിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ കത്തുകൾ അയച്ചിരുന്ന, ദിവസങ്ങൾക്ക് മുമ്പ് കത്തുകൾ അവിടെ കിട്ടി മറുപടി കാത്തിരിക്കുന്ന ഒരു കാലത്തിന് പകരമായി ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകൾ ധാരാളമായി നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണുകൾക്കകത്തുണ്ട്. എന്താ ശരിക്കും സംഭവിക്കേണ്ടത്? എന്താണ് ശരിക്കും സൈദ്ധാന്തികമായി എന്ത് സംഭവിക്കണം? നമുക്ക് ധാരാളം സമയം വേണം. പക്ഷെ എന്ത് സംഭവിക്കുന്നു? നമ്മളെല്ലാവരും പറയുന്നത് നമുക്ക് സമയമില്ല എന്നാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സോഷ്യൽ ആക്സലറേഷൻ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് റോസ പറയുന്നുണ്ട്. സോഷ്യൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ത്വരണം സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വേഗത വർദ്ധിച്ചതിനനുസരിച്ച് സമൂഹം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കും വേഗത വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ ഇക്കോണമി പ്രധാനമാകുന്നത്. ആരാ നിങ്ങളോട് ഈ സാധനങ്ങൾ ആവശ്യപ്പെട്ടത്? നിരന്തരം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അവിടെ നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇത് കാണൂ, ഈ സാധനം വാങ്ങൂ. ഇൻഫ്ലുവൻസർമാർ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ലോകത്ത്. ഓരോ കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഇതാണ് എന്ന് നിങ്ങൾക്കും അറിയാത്ത നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ആക്സലറേഷൻ സംഭവിക്കുന്നു. ഒരു ട്രെഡ്മില്ലിൽ നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് നിങ്ങൾ എത്ര വേഗം ഓടാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ വേഗം നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഓടും. ഇത് തന്നെയാണ് നമ്മുടെ സാമൂഹ്യ ക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വേഗതയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്ക് ഇത് മനസ്സിലാകും. നേരത്തെ ഒരു അധ്യാപകന് ഒരു ക്ലാസ് റൂമിലേക്ക് ലഭിച്ചിരുന്ന ഒരു സന്ദേശം, ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി, ആ കുട്ടിയുടെ രക്ഷിതാവ് ആ അധ്യാപകന് അയച്ചിരുന്ന ഒരു കുറിപ്പ്, ആ കുറിപ്പിന് മറുപടി കൊടുക്കണമെങ്കിൽ അത് ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ മാത്രം വരുന്ന ഈ കുറിപ്പുകൾക്ക് മറുപടി കൊടുത്തിരുന്ന ഒരു അധ്യാപകൻ ഇന്ന് കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് വന്നപ്പോൾ സ്കൂളിൽ ലീവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അധ്യാപകനായ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷമായല്ലോ, ഞങ്ങൾക്കൊക്കെ ഓഫീസിൽ പോകണം, നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, റെഡ് അലർട്ട് വേണ്ട, സ്കൂളില്ലാതിരിക്കേണ്ട എന്നാണ് അയാൾ പറഞ്ഞത്. എന്താ കാരണം ചോദിച്ചപ്പോൾ, റെഡ് അലർട്ടുള്ള ദിവസം, സ്കൂളില്ലാത്ത ദിവസം അല്പം നേരത്തെ എഴുന്നേൽക്കണം, രാവിലെ മുതൽ ഈ ഫോണിൽ നോക്കണം. ഒരു ക്ലാസ് അല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളുടെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ വരുന്ന ഓരോ സന്ദേശങ്ങൾക്കും മറുപടി കൊടുക്കണം. നേരത്തെ ഒരു കത്തിന് മറുപടി കൊടുക്കാൻ ഒരാഴ്ച എടുത്തിരുന്ന അതേ അധ്യാപകൻ ഇന്ന് ഓരോ നിമിഷങ്ങളിലും മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനാണ് സോഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഈ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിരന്തരം നമ്മളിലേക്ക് ഈ കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. നിരന്തരം നമ്മളിലേക്ക് ഈ കാഴ്ചകൾ, ഈ മിന്നിമറിയുന്ന കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുന്ന കാഴ്ചകൾക്കിടയിൽ ഏതാണ് ശരിയെന്നും ഞാൻ എവിടെ നിൽക്കണമെന്നും സ്വന്തമായ ഒരു തീർപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്നുകൂടി നോക്കണം എന്നാണ് ഈ സാഹിത്യോത്സവം പറയുന്നത്. നിങ്ങൾ രണ്ടാമതൊന്നുകൂടി നോക്കണം, അല്പം സാവകാശമെടുക്കുക. ഈ ലോകത്ത് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
നിങ്ങൾ ജനറേഷന്റെ പ്രശ്നമാണ്, ഇത് ആൽഫ ജനറേഷന്റെ പ്രശ്നമാണ്, അവർക്ക് ഇരിക്കപ്പുറതിയില്ല, അവർക്ക് 30 സെക്കൻഡ് റെയിൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയുന്നതിന് പകരം അല്പം ഇരിക്കാൻ ശ്രമിക്കൂ. ഒന്നും സംഭവിക്കില്ല. അല്പം ഇരിക്കാൻ ശ്രമിക്കൂ. സമയമെടുത്ത്, സാവകാശമെടുത്ത് കുറച്ചൊക്കെ നമ്മൾ അൺകൺട്രോളബിലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യൂ. അൺകൺട്രോളബിലിറ്റി, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ആലോചനക്കപ്പുറത്ത് ചില നിസ്സഹായതകളെ നമ്മൾ ആസ്വദിക്കൂ. എന്താണ് നിസ്സഹായതകൾ? എല്ലാം എൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന വിചാരമാണ്. എല്ലാം ഇപ്പോൾ നോക്കണമെന്നില്ല, എല്ലായിടത്തും എൻ്റെ കണ്ണെത്തണമെന്നില്ല, എനിക്കാവശ്യമുള്ളതിലേക്ക് മാത്രം ഞാൻ സഞ്ചരിക്കും എന്ന തീർപ്പിലേക്ക് നമ്മളുടെ ഒരു തിരിഞ്ഞു നടത്തമാണ് യഥാർത്ഥത്തിൽ ഈ അറ്റൻഷൻ എക്കോണമിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ വിപണനം ചെയ്യുന്ന ഈ മാർക്കറ്റിനെ, ഈ വിപണിയെ, ഈ കമ്പോളത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ ശരീരത്തിന് സ്വന്തമായ ഒരു പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു. ആ പ്രതിരോധ ശേഷിയെ മറികടക്കാനാണ് നിങ്ങളെ സെക്കൻഡുകളിലേക്ക് ചുരുക്കിയത്. നോക്കൂ, ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വേദിയിലുള്ള പുസ്തകങ്ങൾ കുറേ ഉണ്ട്. മുകളിൽ ഇങ്ങനെ പുസ്തകങ്ങളുടെ ചട്ടകൾ കൊടുത്തിട്ടുണ്ട്. ഈ വേദി കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളോട് ആരോടെങ്കിലും ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സാഹിത്യോത്സവ വേദിയിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് 1984 അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണ് നിങ്ങൾ പറയാ. യഥാർത്ഥത്തിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ അതിന്മേൽ തന്നെ കണ്ണ് നട്ടിരുന്നിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധക്കകത്തത് വന്നിട്ടില്ല. ഈ വേദിയിൽ പലതും ഉണ്ട്, നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പക്ഷേ എന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നിയ ചിലപ്പോൾ ഈ പ്രസംഗ പീഠത്തെയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നിയ എന്തോ ഒന്നിനെയായിരിക്കും. ഇതിനാണ് ട്രോക്സലർ എഫക്റ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു സ്വയം പ്രതിരോധ സംവിധാനമാണത്. അതിവേഗതയിൽ നമുക്ക് നിർദ്ധാരണം ആവശ്യമില്ലാത്ത വസ്തുക്കളെയൊക്കെ മസ്തിഷ്കം പിറകിലേക്ക് തള്ളിക്കളയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിറകിലേക്ക് തള്ളിക്കളയും. ഇപ്പോൾ നിങ്ങളത് പ്രോസസ്സ് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ് ആവശ്യമില്ലാത്തതിനെയെല്ലാം തൽക്കാലം പിറകിലേക്ക് തള്ളിക്കളയുക. ഈ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ സമയത്തെ ചുരുക്കി. ഇപ്പോൾ അവിടെ നോക്കുന്നു, തൊട്ടടുത്ത നിമിഷം നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, പിന്നെ അങ്ങോട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾ കുറച്ച് സമയം ഒരിടത്ത് തന്നെ നോക്കിയിരിക്കാതിരിക്കൂ എന്നത് നമ്മുടെ ഈ സ്വയം പ്രതിരോധത്തെ മറികടക്കാൻ വേണ്ടി കുറേ കാലത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം ഈ വിപണി ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു പുതിയ ടെക്നോളജിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാഹിത്യോത്സവം നൽകുന്ന സന്ദേശം, ചെറിയ ഇരിപ്പിടങ്ങളിലേക്ക് നമ്മൾ മാറുക, ഒരു റെസൊണേറ്റിംഗ് സൊസൈറ്റിയായി മാറുക. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ കമ്പനം സൃഷ്ടിക്കുന്ന ചെറു സംഘങ്ങൾ. ഒരു തേനീച്ചക്കൂടിനടുത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു ഇരമ്പൽ ശബ്ദമുണ്ടല്ലോ, ഒരു ഇരമ്പൽ ശബ്ദം. ഈ ഇരമ്പലുകൾ വ്യാപകമാക്കുക. അവിടെ ഒരു കൂട്ടം ഇരിക്കട്ടെ. ഈ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്വറ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്റ്റേജിലിരിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. അവരുടേത് പറയട്ടെ, നമ്മൾ ഇവിടുന്ന് നമ്മളതും പറയാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ. ചെറു സംഘങ്ങൾ ഉണ്ടാകട്ടെ, ഗ്രാമങ്ങൾ തോറും അതുണ്ടാവട്ടെ. ചെറു സംഘങ്ങൾ, ചെറിയ തുരുത്തുകൾ ഉണ്ടാവട്ടെ. അതിനാണ് ഞങ്ങൾ ഫാമിലി സാഹിത്യോത്സവങ്ങൾ, അതിനാണ് ഞങ്ങൾ ബ്ലോക്ക് സാഹിത്യോത്സവങ്ങൾ, അതിനാണ് ഗ്രാമങ്ങൾ തോറും യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ തുടങ്ങിയ ആശയങ്ങളിലേക്ക് SSF വന്നത്. ഈ സാഹിത്യോത്സവ് കേവലം മത്സര പരിപാടിയല്ല. ഇതുപോലെയുള്ള ധാരാളം ചർച്ചകൾ, സംവാദങ്ങൾ, ആശയ സംസാരങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യ സമൂഹത്തെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് വഴിനടക്കാനുള്ള ഒരു ആത്മീയ പ്രവർത്തനമായിട്ടാണ് ഈ സാഹിത്യോത്സവനെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് പുതിയ കാലത്തെ വലിയ ഒരു ആത്മീയ സാംസ്കാരിക സംസ്കരണ ദൗത്യമായി ഈ സംരംഭങ്ങളെ ഏറ്റെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.